കോഴിക്കോട് പുതുപ്പാടിയിൽ UDFന്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഒരാളെ പിടികൂടിയിരിക്കുന്നു. അമ്പലപ്പടി സ്വദേശി AP ഷക്കീറാണ് പിടിയിലായത്. LDF സ്ഥാനാർത്ഥി അബ്ദുൾ ജലീൽ കോയത്തങ്ങൾക്ക് കെട്ടിവെക്കാൻ പണം നൽകിയ ബന്ധുവിന്റെ വീടാണ് ആക്രമിച്ചത്. സുനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ്, ആഹ്ലാദ പ്രകടനം അതിന് കടന്നതാണോ AP ഷക്കീറിനെ ഇപ്പോൾ വലയിലാക്കിയത്? അരുമ, തീർച്ചയായിട്ടും. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പുതുപ്പാടി പഞ്ചായത്തിലെ 18-ാം വാർഡ് മലപ്പുറം, അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അങ്ങനെ വിജയാഘോഷ പ്രകടനം നടത്തുന്ന സമയത്താണ് എതിർ സ്ഥാനാർത്ഥി LDFന്റെ അബ്ദുൾ ജലീലിന്റെ അദ്ദേഹത്തിന് വേണ്ടി പണം കെട്ടിവെക്കാൻ നൽകിയത് പിതാവിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലൂടെ ഈ പ്രകടനം പോകുന്ന സമയത്താണ് ലീഗിന്റെ പ്രവർത്തകർ ആ വീടിന് നേരെ ആക്രമണം നടത്തുന്നത്. അതായത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു വീടിന് നേരെ എറിയുന്നു. ആ വീട്ടിലുള്ളവരൊക്കെ തന്നെ ചേർന്ന് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും മർദ്ദിക്കുകയും ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാരുൾപ്പെടെ വലിയ രീതിയിൽ അവിടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ 9 പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് അന്ന് കേസെടുത്തത്. അതിലൊരു പ്രതിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബംഗളൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷക്കീർ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു. ഊട്ടിയിലും മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ ഒളിവിലായിരുന്നു. അങ്ങനെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരിലെ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഒളിവിൽ താമസിപ്പിച്ച മറ്റ് 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവർക്ക് നോട്ടീസ് നൽകി പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ.